13-ാം നമ്പർ അത്ര മോശം നമ്പറാണോ? ആണെന്നും അല്ലെന്നുമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാമാജികരും മന്ത്രിമാരും പറയുന്നത്. തിങ്കളാഴ്ച പുതിയ മന്ത്രിസഭ അധികാരമേറ്റ് മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾക്കെല്ലാം നമ്പറായെങ്കിലും 13-ാം നമ്പർ കാർ ആരും എടുത്തിട്ടില്ല. ആരും ഈ നമ്പർ ആവശ്യപ്പെടാത്തതുകൊണ്ട് 13-ാം നമ്പർ കാറുമില്ല. മുൻപും UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 13-ാം നമ്പർ കാർ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്ന P. പ്രസാദ് 13-ാം നമ്പർ കാറാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കും ഈ നമ്പർ കാർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 2011-ൽ UDF സർക്കാരിന്റെ കാലത്ത് 13-ാം നമ്പർ കാർ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് 2026-ൽ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയായിരുന്നു ഈ കാർ ഏറ്റെടുത്തത്. സമാന സാഹചര്യമാണ് 13-ാം നമ്പർ MLA ഹോസ്റ്റൽ മുറിക്കും. തിരുവനന്തപുരം നിളാബോക്കിലെ 13-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന MLA-മാർ പിന്നീട് ജയിച്ചു വരില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഈ മുറി തെരഞ്ഞെടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി 13-ാം നമ്പർ മുറിയിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും തള്ളിക്കളഞ്ഞ് താമസിക്കുകയാണ് പാറശാല MLA CK ഹരീന്ദ്രൻ. CNR MLA നിലയ്ക്ക് കുറച്ചുകൂടി നല്ല മുറിക്ക് അർഹതയുണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു CK ഹരീന്ദ്രൻ. ഇത്തവണയും ഇതേ മുറി ചോദിച്ചിട്ടുണ്ടെന്നും അവിടെ തന്നെയായിരിക്കും താമസിക്കുകയെന്നും CK ഹരീന്ദ്രനുമായി ബന്ധപ്പെട്ടവർ പറയുന്നുമുണ്ട്.